സി ദാവൂദിനെതിരെ സൈബർ അണികൾ ഒരു പുതിയ വിഷയം കൊണ്ടുവരികയാണ്. അതായത് പി.വി. അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുണ്ടായ ഒരു പാർട്ടി പ്രാദേശിക നേതാവുണ്ടായ അനുഭവം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അത് അദ്ദേഹം തെറ്റായി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്ത് വരികയും അതിന് സി ദാവൂദ് മറുപടി കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ പുകിലെല്ലാത്തിനും കാരണം. ആ മറുപടിയിൽ സി ദാവൂദ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, മുൻപ് ഈ CPM എന്തുകൊണ്ടാണ്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കോർ എന്ന് പറയുന്ന വിഷയം ഇതാണ്. എന്തുകൊണ്ട് CPM കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളെ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെ സവിശേഷമായി വിമർശിക്കുന്നു, അതേസമയം തന്നെ ഇതേ പാർട്ടികളുമായി അഖിലേന്ത്യാ തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു? ഇതൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത വൈരുദ്ധ്യം എന്നല്ല. ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസ് ഏതോ അർത്ഥത്തിലൊക്കെ BJPക്ക് എതിരെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതേസമയം ബംഗാളിൽ അത് ആ പ്രതിപക്ഷ പാർട്ടികളുമായി നേർക്കുനേരെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സവിശേഷമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായൊരു നിലപാടും ദേശീയ തലത്തിൽ വേറൊരു നിലപാടും എന്നുള്ളതൊരു വൈരുദ്ധ്യമല്ല, ഒരു പ്രായോഗിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സി ദാവൂദ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും സവിശേഷമായി CPMനെ മുൻനിർത്തി ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം, കേരളത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണത്തോടൊപ്പമോ അതിന് തൊട്ട് താഴെയോ മുകളിലൊക്കെ ആയിട്ട് CPMഉം അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ടാകാം, പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരുതരം ന്യൂനപക്ഷ വിരുദ്ധമായ മനോഭാവം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലാണെന്നാണ് ദാവൂദ് നിരന്തരമായി. ഞാൻ ദാവൂദിനെ വളരെ നേരത്തെ മുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് അതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ ഒരു രാഷ്ട്രീയമായ ഫോക്കൽ പോയിൻ്റ് വരുന്നത് എവിടെ നിന്നാണ്? അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും പ്രാദേശികവും വ്യക്തിപരവുമായ രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട് ആളുകൾ CPM വിരുദ്ധരാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്യാമ്പസിൽ SFIയുടെ തല്ലുകൊള്ളുകൊണ്ടാണ്. അതൊക്കെ വളരെ ഒരു ട്രിവിയലൈസേഷനാണ് ശരിക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമായ ഫോക്കസ് രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും പ്രാദേശികവുമായ രാഷ്ട്രീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം സി ദാവൂദ് വരുന്നത് നാദാപുരത്തു നിന്നാണ്. നാദാപുരത്തെ സവിശേഷമായൊരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ നിലനിൽക്കുന്നു. അവിടെ CPM, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന, കുറേ കൂടി വയലൻ്റ് ആവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന് കേവലമായ ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം ഒരുപക്ഷേ എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ പെരുമാറുന്നതെന്ന് പഠിക്കുകയും CPMൻ്റെ മുൻകാല ചെയ്തികളിൽ നിന്ന് അത്തരം പ്രസ്താവനകൾ, അത്തരം സംഭവങ്ങൾ പിൻ പോയിൻ്റ് ചെയ്തെടുത്ത് വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാവുക. ആ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കാം അത് അദ്ദേഹം വളരെ ശക്തമായി, വളരെ ഫോക്കസായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയുടെ ഫലമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തു, ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമർശിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളെ, അത് ഏത് പശ്ചാത്തലത്തിലാണ് ദാവൂദ് പറയുന്നത്? P.V. അൻവർ എന്ന് പറയുന്ന ഒരു LDF MLA ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വിമർശനത്തെ അതിൽ കാമ്പുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യേണ്ടത്. അപ്പോൾ CPMനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടി, അതൊരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പേർന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനോടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന നിലപാട് നമുക്കറിയാം. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ തള്ളിക്കളയുന്നൊരു സമീപനമാണ് ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിക്കുക. കാരണം അത് വർഗ്ഗ ബഹുജന മുന്നേറ്റത്തെ ചിതറിച്ച് കളയുന്ന ഒന്നാണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. ഇന്ത്യയിലെ CPMൻ്റെ നിലപാട് അത് തന്നെയാണ്. അതേസമയം തന്നെ ഇതേ CPM രാജ്യത്തെ ഫാഷിസ്റ്റ് വാഴ്ചയ്ക്കെതിരെ ഈ പറയുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന ധാരാളം പാർട്ടികളുമായി കൈകോർക്കുന്നുണ്ട്. ഇപ്പോൾ RJD എന്ന പാർട്ടി ബീഹാറിൽ, വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ RJDയോടൊപ്പമാണ് CPM ഉണ്ടാവുക. RJD എന്താണ്? യഥാർത്ഥത്തിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം CPM സ്വയം വിശകലനം ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായൊരു പ്രശ്നമാണ്. മറ്റൊരു കാര്യം, CPM പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പേറുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പാർട്ടിയാണ് CPM. ഈ ബഹുജന പാർട്ടി എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ സെക്യുലറായിട്ടുള്ള ഒരു ബഹുജന പാർട്ടി ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിന് നേരെയോ അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തെറ്റോ ശരിയോ എന്നുള്ളത് അത് CPMൻ്റെ മാത്രം നറേറ്റീവാണ്. എല്ലാവർക്കും അത് തെറ്റാവണമെന്നും എല്ലാവർക്കും ശരിയാവണമെന്നൊന്നുമില്ല. CPMന് തന്നെ പല സ്ഥലങ്ങളിലും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവരോട് യോജിക്കുന്ന കാര്യത്തിലും സഹകരിക്കുന്ന കാര്യത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അവരെ ഡിമോണൈസ് ചെയ്യുക, അവരെപ്പറ്റി പറയുമ്പോൾ അത് വർഗീയമാണ്, നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവരാണ്, അവർ മുഴുവൻ പ്രശ്നക്കാരാണ്, സംഘപരിവാറിനേക്കാൾ അപകടമാണ് എന്ന രീതിയിൽ പോർട്രേ ചെയ്യുന്നത് ഉണ്ടാക്കുന്നൊരു സാമൂഹിക പ്രത്യാഘാതമുണ്ട്. ആ പ്രത്യാഘാതമാണ് ദാവൂദ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ മുഴുവനായി ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാമൂഹിക വിമർശനം തന്നെയാണ്. ആ വിമർശനത്തെ മറുപടി ഉണ്ടാകാം, അതിന് മറുപടി ഉണ്ടാകും. നിങ്ങൾ നറേറ്റ് ചെയ്യുന്ന രീതിയിലല്ല കാര്യങ്ങൾ.
ഞങ്ങൾ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങളുടെ ഒരു ഐഡിയോളജിക്കൽ ബേസിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാത്തരം വർഗീയതകളെയും നേരിടുന്നവരാണ്, ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് നേടേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് വിശദീകരിക്കാം, അതിൽ സംവാദമാകാം. പക്ഷേ ആ സംവാദത്തിൻ്റെ തലം കടന്ന് വ്യക്തിപരമായി ആക്രമിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭൂഷണമല്ല. അത് പാർട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അല്പം മുമ്പ് ഗോവിന്ദ മാസ്റ്റർ നടത്തിയ പ്രസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.